വാവ്, അടിപൊളി സംഭവം ട്ടാ. എന്താ രസം. അത്തലപുത്രനവളാച്ചി ചുക്കുമറിക്കല ചൂടാപ്പ മറിയം വന്ന് വിളക്കൂതി ഫു 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 ഹായ്. അത്തലപുത്രനവളാച്ചി ചുക്കുമറിക്കല ചൂടാപ്പ മറിയം വന്ന് വിളക്കൂതി ഫു. ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. അപ്പോൾ ഒന്നൊരു ചെറിയ വ്ളോഗാണ്. രാവിലെ തന്നെ ഞാൻ എണീറ്റ് വന്നിരിക്കുകയാണ്. സോറി മാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വ്ളോഗാട്ടോ. നമ്മളെ നാട്ടിലുള്ള പാടത്തേക്ക് പോയിട്ട് അവിടെയുള്ള ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ ഫുട്ബോളിന്റെ ചെറിയ കോച്ചിങ് ഉണ്ട്. ഞങ്ങളെ ഒപ്പമുള്ള ടീംസിനെ നടത്തുന്നതാണ്. അതായത് ഫുട്ബോൾ ക്യാമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോസും പിന്നെ നാട്ടിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിടാം. വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ തോടും പാടും കാണിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണിച്ചു തരും. എല്ലാം നമുക്കിപ്പോൾ പുറത്തൊക്കെ ഒന്നും ഇറങ്ങാൻ പറ്റുന്നില്ല, കൊറോണ അല്ലേ. ഗൈസ്, അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ ഓൾ കൊടുത്തോളൂ. മൈ നെയിം ഈസ് ഫഹദ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് FT ടെക് മലയാളം. അപ്പൊ നമ്മള് നേരെ പോയോ നേരെ നമ്മള് ഗ്രൗണ്ടിലോട്ട്, പിന്നെ അവിടെ പോയിട്ടുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. അപ്പൊ ഇതിന്റെ വീട് അവിടെ കേട്ടോ. ഞാൻ കാണിച്ചിട്ടുണ്ട്, ഒരു ദിവസം വീട് കാണിച്ചിട്ടുണ്ട്. കുറച്ച് ആയിക്കോട്ടെ വെച്ചിട്ടുണ്ട്. വീടൊക്കെ കുറെ കഴിഞ്ഞിട്ട് കാണിച്ചിട്ട് എല്ലാവരും. ഇപ്പൊ കാണിച്ചു തരണ്ട കേട്ടോ. ഭയങ്കര നേക്കാട്ട് രാവിലെ നടന്നു പോണ്ട്. ഞാൻ നാളെ തന്നെ ഈ എട്ടുകാലൊക്കെ ഇതൊക്കെ എവിടുന്ന് വരുമോ, എട്ടുകാലിന്റെ വലൊക്കെ. പിന്നെ രാവിലെ നടന്നു പോകേണ്ട ഭയങ്കര രസമാണ്. പിന്നെ നടന്നുകൊണ്ടാണെങ്കിലും ഓടാണെങ്കിലും രാവിലെ എന്താണെങ്കിലും ഭയങ്കര അടിപൊളിയാണ്, അങ്ങനെ പറയാനുള്ളൂ. ഗൈസ്, അപ്പൊ നമ്മൾ പോണ വഴിക്ക് ഇതൊരു വലിയൊരു കാടാണ്. കാടെന്ന് മീൻസ് ഞങ്ങള് ചെറുപ്പത്തിൽ നിന്ന് ഇതിൽ കൂടെ ഒക്കെ വഹിക്കണത് അല്ല, ഇപ്പോഴും പോലൊക്കെ ഉണ്ട്. പിന്നെ ഭയങ്കര കാടാണ്. ചെരിച്ചി എന്ന് പറയും. ഞാൻ നാളെ ആയിക്കൂടി അതിന്റെ നാടിന്റെ ആ സൈഡ് ഭാഗം കാണിച്ചു തന്ന സമയത്ത് ഈ ഒരു സൈഡിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇതിന്റെ ഒരു സൈഡ് ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഉള്ളില് ഫുള്ള് കാടാണ്, അതുകൊണ്ട് പോകാൻ പറ്റൂല. ഗൈസ്, അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഇതാണ് നമ്മളെ റോഡ്. ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നല്ല നമ്മളെ റോഡ്. ഇതൊരു കുറുക്കു വഴി എന്നൊക്കെ വേണമെങ്കിൽ പറയുന്നത്. ഇപ്പം എത്താൻ വേണ്ടിയുള്ള അപ്പം ആ വഴിയാണ്. പിന്നെ അപ്പുറത്ത് കൂടെയാണ് വലിയ റോഡുള്ളത്. ആ വഴി കൂടെയാണ് വലിയ വണ്ടികളും കാര്യങ്ങളൊക്കെ പരിക്ക് വരുന്നത്. ഇതിൽ കൂടി നമ്മൾ കുറുക്കു വഴി പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട്. ഗൈസ്, അപ്പോൾ ഇത് നാട്ടിലെ അങ്ങാടിയാണ്, കാവതികളം അങ്ങാടി. ഇത് ഞാൻ പഠിച്ചിരുന്ന ഇഹിലാവുൽ ഇസ്ലാം കേന്ദ്ര മദ്രസയാണ്. ഒരു മദ്രസ കേട്ടോ, കാവതികളം മദ്രസ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ എല്ലാവരും ഇവിടെ ബൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ജെയ്സൊക്കെ ഇട്ട് അടിപൊളിയാക്കി ഇനി ഗ്രൗണ്ടിലോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. പിന്നെ ഞാൻ ഏതായാലും കളിക്കുന്നില്ല, എൻ്റെ കാലിൻ്റെ അടിയിൽ ചെറിയൊരു മുറി ഉണ്ടായത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങി ഇന്നലത്തെ മാതിരി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമായിരുന്നു. പക്ഷേ എൻ്റെ കാലിൻ്റെ അടിയിൽ ഒരു നല്ലൊരു വലിയ മുറിയുണ്ട്. അപ്പോൾ അത് മാറിക്കോട്ടെ വെച്ചിട്ടാണ്. പിന്നെ എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അവർ ഇതേപോലെ സ്ട്രെച്ചേഴ്സും വാമപ്പും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് കുറച്ച് മുമ്പ് കുറച്ച് വിഷ്വൽസ് ഉണ്ടായിരുന്നു, അത് എടുക്കാൻ പറ്റിയിട്ടില്ല. ഫസ്റ്റ് ഇറങ്ങുന്നത് മുതൽ പിന്നെ എന്താണെന്നറിയില്ല, ലാഗായി എന്തോ സംഭവം ആയതാണ്. സോ എങ്ങനെയുണ്ട്? ഇതേപോലെ ഈ ഫുട്ബോളിൽ ഇങ്ങനെ ട്രെയിനിങ്ങും മറ്റു വാമപ്പും കാര്യങ്ങളൊന്നും എടുക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ശ്രദ്ധിക്കാം. നമുക്ക് ഇതേപോലെ ചെയ്താൽ മതി. ഇത് നമ്മൾ അഫ്സലാണ് ഇന്ന് ട്രെയിനിങ്ങിനായിട്ട്, ഇവർക്ക് ട്രെയിനിങ്ങിനായിട്ട് നമ്മൾ അയൽവാസി അഫ്സലാണെന്ന് വന്നിട്ടുള്ളത്. ജസ്റ്റ് രാവിലെ വരുന്നതാണ്. കുറേ വിഷ്വൽസ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കാണാനില്ല. എന്താണെന്ന്
പറ്റിയതെന്ന് അറിയില്ല. സംഭവങ്ങളൊന്നും ഗാലറിയിലൊന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പലരും വിചാരിക്കുന്നുണ്ട് DSLR ക്യാമറയിലാണോ എന്ന്. ഞാനെൻ്റെ ഒരു റെഡ്മി നോട്ട് 7S അതായത് ചെറിയ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിലാണ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. 10 റൗണ്ടൊക്കെ ഓടിയിട്ട് അവർ കഴിഞ്ഞതിന് ശേഷം നിങ്ങളിപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കാൻ പോവുകയാണ്. ഫുട്ബോൾ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങണ സമയത്ത് അതിൻ്റെ ഒരു 2 മിനിറ്റ് 1 മിനിറ്റൊക്കെ മുമ്പായിട്ട് നിങ്ങൾ ഗ്രൗണ്ടിൽ ഫസ്റ്റ് കളി തുടങ്ങണ മുമ്പ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടാം. അതായത് ഒരു 10 റൗണ്ടോ ഒരു 8 റൗണ്ടെങ്കിലും ഒരു മാക്സിമം നിങ്ങൾ ഓടിയതിന് ശേഷം മാത്രം നിങ്ങൾ മാച്ച് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കളി തുടങ്ങാം. കളിക്കാൻ തുടങ്ങാം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർവേഡ് അല്ലെങ്കിൽ ബാക്സ് അങ്ങനെ പോയിട്ട് കുറേ വിങ് കളിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കുഴക്കം വരും. പെട്ടെന്ന് കുഴങ്ങണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫുട്ബോൾ കളിക്കുമ്പോൾ പെട്ടെന്ന് കുഴങ്ങണേ. അതൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതേപോലെ വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓടിയാൽ തന്നെ മതി, ആ ഒരു കുഴക്കും കാര്യങ്ങളൊക്കെ മാറും. ഈ ഒരു സമയത്ത് നമ്മൾ ഈ മഴയും കാര്യങ്ങളൊക്കെ ഉള്ള, അതേപോലെ ഈ കൊറോണയും കാര്യങ്ങളൊക്കെ പിടിക്കുന്ന സമയത്ത് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങാനും അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും ഉണ്ടാവാൻ തോന്നുന്നില്ല വല്ലാതെ. ഞങ്ങൾക്കിപ്പോൾ ഈ ഒരു ഏരിയയിൽ വല്ലാതെ പ്രശ്നമില്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഗ്രൗണ്ടിലോട്ട് കളിക്കാൻ വന്നത്. പിന്നെ ഇങ്ങനെ വാമപ്പും അല്ല എക്സസൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിലുള്ള ഹോം വർക്കൗട്ട് എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. അടിപൊളി എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആപ്ലിക്കേഷനിൽ, നിങ്ങൾ ചെയ്യുക. അതേപോലെ നമുക്ക് 6 പാക്കും നല്ല ബോഡിയും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷനിൽ ചെയ്യാം. ഹോം വർക്കൗട്ട് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോഗിങ് ചെയ്യുന്ന സമയത്ത് പരിചയപ്പെടുത്തി തരാൻ ആളുകളെ ഈ മുമ്പിൽ വരുന്നത് നമ്മളെ അഫ്സലാണ്, പിന്നെ അതിൻ്റെ ബാക്കിൽ നീല നമ്മളെ സൽമാൻ, ഈ പച്ച വരുന്നത് സിഹാന്, പിന്നെ നമ്മൾ അഫീഫ് വരുന്നുണ്ട്, അഫീഫ്, പിന്നെ നസീഫ്, അൻസാർ. നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ അഫ്സലും ഉണ്ട് അവിടെ. അപ്പോൾ ഇവർ കുറേ നേരം ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു കുഴങ്ങിയതാണ്. അപ്പോൾ ഇനി നേരെ ഇങ്ങനെ ഒരു ചെറിയ നടത്തം, ജസ്റ്റ് ഇങ്ങനെ നടക്കാൻ കുഴങ്ങിയതിന് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടന്നതിന് ശേഷം റിട്ടേൺ വരും. പിന്നെ നമ്മളെ കോച്ച് അഫ്സൽ കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലേ നിങ്ങൾ. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുഴക്കും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്, ഉഷാറാവും. നമുക്ക് അടിയിലോട്ട് ഇങ്ങനെ കൈ വീശുന്ന സമയത്ത് ശ്വാസം വലിക്കുക അങ്ങനെയൊക്കെയുള്ള പോയിട്ടാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല, കാണിച്ച് തരേണ്ടി വരും ഒരു ദിവസം. അവർ ജസ്റ്റ് നടന്നതിന് ശേഷം കുഴക്കും കാര്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം വീണ്ടും നമ്മൾ സ്റ്റാമിന കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? അപ്പോൾ ഇനി ഇത് 3ാമത്തെ കോണിൻ്റെ അവിടേക്ക് പോകുമ്പോൾ മറ്റുള്ള ആൾ വരും. അതേപോലെ നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചോളൂ. നിങ്ങൾക്ക് ചിലവർക്ക് അറിയുണ്ടാവും, ക്യാമ്പ് ഉള്ളവർക്കൊക്കെ അറിയുണ്ടാവും. എന്തൊരു പാപിയാ ഞാൻ, എന്താ ഗോപി എനിക്ക് പറ്റിയത്? നീയെങ്കിലും ഒന്ന് പറ. ഇതേപോലെ നിങ്ങൾ ഡെയിലി ചെയ്ത് കൊടുത്താൽ മതി. 6 പാക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിൽ കിട്ടും. നിങ്ങളെന്നും ജസ്റ്റ് ഒരു 30 വട്ടം 20 വട്ടം നിങ്ങൾ ചെയ്താൽ മതി. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ പിന്നെ വീഡിയോ ലോങ് ആക്കേണ്ട വെച്ചിട്ടാണ് വീഡിയോ ഇതിൽ എടുക്കാത്തത്. പിന്നെ കുറേ വീഡിയോ മിസ്സിങ് ആയിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. ഇതിപ്പോൾ വാം ഡൗൺ ആട്ടോ, വാം ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്കറിയാലോ, ഞാനിപ്പോൾ ചില വീഡിയോസിന് വോയിസ് ഓവറാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ വെറുതെ ഒരു ചലഞ്ച് അന്ന് 30 പുഷപ്പ് എടുക്കാം, നോക്കാം പറ്റാണെങ്കിൽ എടുക്കാം. എണ്ണ മറന്നല്ലോ. 8, 9, 10.
ഇതെന്ത് ജീവിയാ? എന്നാ സാധന അമ്മ ഇതെന്ത് ജീവിയാ? അങ്ങനത്തെ ഒരു വർത്താനോ? സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ നിന്നൊക്കെ പോകുന്നു. അപ്പോൾ ചെറിയൊരു വ്ളോഗായിട്ട് എടുക്കാനാണ്, അല്ലാതെ ഫുട്ബോൾ വീഡിയോ അല്ല ഇത്. ചെറിയൊരു വ്ളോഗ് പോലെ എടുക്കാനായിരുന്നു എൻ്റെ പ്ലാന്. പക്ഷേ കുറച്ച് രീതിയിൽ ഫുട്ബോൾ വീഡിയോ ആയിട്ടുണ്ട് അതിൽ തന്നെ. പിന്നെ അവരിപ്പോൾ തോട്ടിൽ കുളിക്കാണ്, ഷോക്സും കാര്യങ്ങളുള്ള ചെളിയും കാര്യങ്ങളൊക്കെ പോയിപ്പിക്കാണ്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ വ്ളോഗും കാര്യങ്ങളൊക്കെ കുറേ എടുത്തിരുന്നിട്ടോ. കുറച്ച് വീഡിയോസ് മിസ്സിങ് ആയിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ അറിയാതെ ഞാൻ കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ചെയ്തിരുന്നു. അതിൽ ഡിലീറ്റ് ആയി പോയതാണ് തോന്നുന്നുണ്ട്. പിന്നെ ഒരു 20 മിനിറ്റ് വീഡിയോ ആക്കാൻ വിചാരിച്ചിരുന്നു, പക്ഷേ ഒരു 12-13 മിനിറ്റിൻ്റെ ഇടയിൽ ഞാൻ നിർത്തി. പിന്നെ നല്ലൊരു അടിപൊളി വീഡിയോ ഇനിയും വരും, വ്ളോഗും. പിന്നെ അതുപോലെ ടെക്നോളജിയാണ്. എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോട്ടെ, അന്ന് പെരുന്നാളിനന്ന് സെറ്റാക്കട്ടാ. പെരുന്നാളിനന്ന്, വലിയ പെരുന്നാളിനന്ന്, അതിൻ്റെ കുറച്ച് മുമ്പൊക്കെ ആയിട്ട് ചലഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ സെറ്റാക്കാം. പിന്നെ കുറച്ച് ബിസിയാണ്. നമ്മൾ ട്രല്ലും ഷെയർ ചാറ്റിലൊക്കെ വീഡിയോസ് ഡെയിലി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറേ ബിസിയും കാര്യങ്ങളൊക്കെയാണ്. യൂട്യൂബിൽ വല്ലാതെ ശ്രദ്ധിക്കണില്ല. അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോയിൽ ഇനിയും കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ഫഹദ് സൈനിങ് ഔട്ട്.